സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂഡൽഹിയിൽ നിന്ന് ആസാമിലെ ഡിബ്രൂഗഡിലേക്ക് രാജധാനി എക്സ്പ്രസ്സിൽ 3rd AC പോയ ഒരു യാത്രയാണ്. അപ്പോൾ അതിനകത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. കൂടുതലായിട്ടൊന്നുമില്ല. ഇത് നമ്മൾ ഡിബ്രൂഗഡിൽ എത്തിയ ശേഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കാണുന്നത് തേയിലത്തോട്ടാണ് അവിടെ ഉള്ളത്. നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ വൈകിട്ടാണ്, ട്രെയിൻ 4:30-ക്കായിരുന്നു. അപ്പോൾ കയറിയ ഉടനെ നമുക്കൊരു ചായയും കുറച്ച് സ്നാക്സും ഒക്കെ കൊണ്ടുത്തന്ന്, അതാണ് ഈ കാണുന്നത്. പിന്നെ ഇത് കച്ചോടി എന്ന് പറയും. പിന്നെ അതിനുള്ള സോസ്. ചായ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. അവർ ചൂടുവെള്ളം കൊണ്ടുത്തരും. അപ്പോൾ അതിനുള്ള മിൽക്ക് പൗഡറും ടീ പൗഡറും ഒക്കെ ഇതിനകത്തുണ്ട്. ഷുഗർ എല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സാൻഡ്വിച്ചും കൂടെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കൊണ്ടുത്തന്നത്. പിന്നെ ഇത് ഞങ്ങൾ ട്രെയിനിൽ നിന്നൊരു കുൽഫി വാങ്ങിയത്, മഡ്ക കുൽഫി എന്ന് പറഞ്ഞിട്ട്. ഇതിന് 60 രൂപയാണ്. ബാക്കിയുള്ള ഫുഡൊക്കെ നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇത് നമ്മൾ വേറെ തന്നെ കാശ് കൊടുത്ത് വാങ്ങിയത്. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ നോൺ വെജ് ആയിരുന്നു എടുത്തത്. അത് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ വെജോ നോൺ വെജ് സെലക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഫസ്റ്റ് കൊണ്ടുത്തന്നത് 2 1 നോൺ വെജും 1 വെജും ആയിരുന്നു. അപ്പോൾ വെജിൽ പനീർ കറിയും പിന്നെ നമ്മളെ ചെറുപയറിൻ്റെ കറിയായിരുന്നു. പിന്നെ കുറച്ച് റൈസ്, 2 ചപ്പാത്തി, പിന്നെ അതിൻ്റെ കൂടെ തൈരുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസുള്ള ഒരു സബ്ജി, അതൊക്കെയായിരുന്നു അതിൻ്റെ കൂടെയുള്ള. ഇത് നമ്മുടെ വെജ് ഫുഡാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞ ശേഷം അവർ നോൺ വെജിൻ്റെ കറിയും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നോൺ വെജിൻ്റെ ഇതാണ്. ഇതിനകത്ത് ചിക്കൻ കറിയും മറ്റേ വെജിൻ്റെ കൂടെയുള്ള സെയിം ദാൽ കറിയും പിന്നെ റൈസ്, പൊട്ടറ്റോൻ്റെ സബ്ജി, പിന്നെ തൈര്, 2 ചപ്പാത്തി. ഇതന്നെ സെയിം ആയിരുന്നു 2. പിന്നെ ഫുഡ് കഴിഞ്ഞ ശേഷം ഒരു ഐസ്ക്രീം. ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ നമുക്ക് ബെഡ് ടീ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ ടീ പൗഡർ, മിൽക്ക് പൗഡറും ഷുഗർ, പിന്നെ ബിസ്ക്കറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ രാവിലെ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട്. ചായയൊക്കെ കുടിച്ച് പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് എഗ് ഓംലേറ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബട്ടറുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഒരു ടൊമാറ്റോ സോസും പിന്നെ ഒരു മാംഗോയുടെ ഫ്രൂട്ടി ആയിരുന്നു. ഇത് പോകുന്ന വഴിയിൽ അത് കാണുന്നത് കുറേ ആമ്പൽപ്പൂവാണ്. അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. പക്ഷെ നല്ല ക്ലിയർ ആയില്ല, കുറച്ച് ദൂരോട്ടായിരുന്നു. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കിടന്നുറങ്ങുമ്പോഴേക്കും നമ്മളെ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം വെജിറ്റേറിയൻസിൻ്റെതാണ് സപ്ലൈ ചെയ്തത്, പിന്നെയാണ് നോൺ വെജിൻ്റെ കൊണ്ടുവരുന്നത്. ഈ കാണുന്നത് പൈനാപ്പിൾ തോട്ടാണ് കേട്ടോ. കുറേ പൈനാപ്പിളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് തേയിലയും കാണുന്നത്. ഇതൊക്കെ തേയിലത്തോട്ടങ്ങളാണ്.
നല്ല ഭംഗിയുണ്ട് കാണാൻ. നിറയെ പച്ചപ്പൊക്കെ ആയിട്ട് നെൽകൃഷിയും വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കാണാൻ. അപ്പം നമ്മളെ ഫുഡും കൊണ്ട് വരുന്നുണ്ട്. ഇനി ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയുള്ളത്. നൈറ്റിൽ കഴിച്ച അതേ ഫുഡ് തന്നെയാണ്, സെയിം തന്നെയാണ്. ചിക്കൻ കറി, പിന്നെ ദാൽ കറി ഉണ്ട്, റൈസ്, പിന്നെ ഒരു അച്ചാറുണ്ട്, പൊട്ടറ്റോൻ്റെ സബ്ജി ഉണ്ട്, 2 റൊട്ടി, പിന്നെ ഒരു തൈരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം എത്തിയിട്ടുണ്ട്. അമൂലിൻ്റെ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീമാണ്. അത് കഴിച്ച് നമ്മളൊന്ന് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് എത്തിയിട്ടുണ്ട്. അതിനകത്ത് സാൻഡ്വിച്ചും സോൻ പാപ്പടി, പിന്നെ ചായ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു തലേ ദിവസത്തെ തന്നെ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ അവിടുന്ന് ക്ലീൻ ചെയ്തെടുക്കും. ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് 2 ബോട്ടിൽ വെള്ളം തരിക. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ അതിനകത്ത് അവർ വേറെ വിൽക്കാൻ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. ചായയും പിന്നെ കുറേ സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ രാത്രിത്തേക്കുള്ള ഓർഡർ എടുക്കാൻ വരുന്നുണ്ട്. നോൺ വെജ് ആണോ വെജ് ആണോ എന്നൊക്കെ ചോദിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യും കേട്ടോ. നോൺ വെജിനും വെജിനും ഒക്കെ ടിക്കറ്റിൽ ഒരേ പ്രൈസ് തന്നെയാണ്. പിന്നെ രാത്രിയായപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. സെയിം തന്നെ, ഉച്ചക്ക് കിട്ടിയ അതേ ഫുഡ് തന്നെയാണ്. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. ഞങ്ങൾ തിൻസുക്കിയ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് പിറ്റേന്ന് രാവിലെ ഇറങ്ങിയത്. ദിബ്രുഗഡിൽ രാവിലെ 4:30 എത്തേണ്ട ട്രെയിനാണ്, ലേറ്റായി. ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരു 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ദിബ്രുഗഡിന് മുന്നേ ഉള്ള സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം തിൻസുക്കിയക്കും ദിബ്രുഗഡിനും ഇടയിലാണ്. അപ്പോൾ അവിടെ നിന്ന് പോകാൻ ഈസി, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് കാലം ഞങ്ങളിവിടെ ആസാമിലായിരിക്കും. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.